ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും ബ്രാത്തിൻ്റെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ബ്രാത്തിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയോ? എത്ര പേരുടെ കഴിഞ്ഞു? ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. രാവിലെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് പത്തിരിയും ബീഫായിരുന്നു. ബീഫ് ഞാൻ തലേന്ന് രാത്രി തന്നെ വേവിച്ച് വെച്ചിരുന്നു. അപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എളുപ്പമായിരിക്കുമല്ലോ. അതുകൊണ്ട് ബീഫ് ഞാൻ തലേന്ന് രാത്രി തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പത്തിരി വേഗം ചുട്ടു. പിന്നെ ബീഫ് കറി ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് 2-3 കറുവാപ്പട്ടയുടെ ഇലയും ഏലക്കയും കുരുമുളകും കൂടി ഇട്ട് പൊട്ടിച്ചെടുത്തു. പിന്നെ സവാളയും ബാക്കിയെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. സവാളയൊക്കെ ഇട്ട് വേഗം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറിയാണ്. വേഗം സവാള ഇട്ട് വഴറ്റിയെടുത്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി പേസ്റ്റ് ഇട്ടു. പിന്നെ തക്കാളി ഇട്ടു. അങ്ങനെ വേഗം ബീഫ് കറി റെഡിയാക്കി എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ കൗണ്ടർ ടോപ്പും കാര്യങ്ങളും ക്ലീനിങ്ങും കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സിങ്ക് നിറഞ്ഞു പാത്രങ്ങളായിട്ട്. അങ്ങനെ അത് വേഗം ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം പാത്രങ്ങളൊക്കെ കഴുകി ക്ലീനാക്കി വെച്ചു. ഇനി വേണം ക്ലീനിങ്ങൊക്കെ തുടങ്ങാനായിട്ട് കിച്ചണിൽ. അപ്പോൾ ഇന്ന് കിച്ചൺ മാത്രമേ ക്ലീൻ ചെയ്യാനുള്ളൂ. ഞാൻ എല്ലാം ക്ലീൻ ചെയ്യണ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. എന്നെക്കൊണ്ട് പറ്റണ പോലെ എടുത്തിട്ടുള്ളൂ. അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ചൂട് ബീഫ് കറിയും നല്ല പത്തിരിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അങ്ങനെ ആദ്യം ഞാൻ ഫ്രിഡ്ജാണ് ക്ലീൻ ചെയ്തത്. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ താഴ്ഭാഗത്തായിട്ട് എന്തോ കറ പറ്റി പിടിച്ചിട്ട് ഇരിപ്പുണ്ടായിരുന്നു. ഞാനപ്പോൾ അത് ക്ലീനാക്കി. അങ്ങനെ ഫ്രിഡ്ജെല്ലാം ക്ലീനാക്കി. ഫ്രിഡ്ജിൻ്റെ പുറം ഭാഗമൊക്കെ വേഗം ഒന്ന് തുടച്ചു ക്ലീൻ ചെയ്തു. ഷെൽഫിലുള്ള മൊത്തം പാത്രങ്ങൾ പുറത്ത് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഷെൽഫിൻ്റെ ഉള്ളും ഷെൽഫൊക്കെ തുടച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പും കബോർഡും എല്ലാം ക്ലീൻ ചെയ്ത് ഇനി ഇതെല്ലാം എടുത്ത് വെക്കണം. അതൊരു വലിയ ടാസ്ക്കാണ്. ഇത്രയും വീഡിയോസ് ഞാൻ ക്ലീൻ ചെയ്യാൻ എടുത്തിട്ടുള്ളൂ. അങ്ങനെ എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞ് വൈകിട്ട് ചായ കുടിക്കാനിരുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.